ISLന്റെ ആദ്യ പകുതി അവസാനിച്ച് ഇന്റർനാഷണൽ മത്സരങ്ങൾക്കായി ഒരു മാസത്തെ ഇടവേളയിലേക്ക് ISL പോകുമ്പോൾ ടോപ്പ് ഓഫ് ദി ടേബിളായി ഒരു മാസക്കാലം ബ്ലാസ്റ്റേഴ്സ് വാഴും. നിലവിൽ ജനുവരി 10-ന് സൂപ്പർ കപ്പിൽ ഷില്ലോങ് ലജോങ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ പരിക്കും സസ്പെൻഷനുകളും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ട്. ISLലെ കാർഡ് സസ്പെൻഷനുകൾ സൂപ്പർ കപ്പിലും ബാധകമാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ എത്ര താരങ്ങളാണ് യെല്ലോ കാർഡ് സസ്പെൻഷന്റെ വക്കിലുള്ളതെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ 4 യെല്ലോ കാർഡുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ രാഹുലിന് അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നഷ്ടമാകും. കൂടാതെ ബാക്കിയുള്ള താരങ്ങളിൽ ദാനിഷ് ഫാറൂഖിന് നിലവിൽ 5 യെല്ലോ കാർഡുകൾ ലഭിച്ചപ്പോൾ 2 യെല്ലോ കാർഡ് കൂടി വാങ്ങേണ്ടി വന്നാൽ ഒരു മത്സരം നഷ്ടമായേക്കും. അതുപോലെ ലൂണ അസ്ഹർ, പ്രീതം കോട്ടാൽ എന്നീ താരങ്ങൾ 3 യെല്ലോ കാർഡിലാണ് ഉള്ളത്. ലൂണ എന്തായാലും ഈ സീസണിൽ കളിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ മെയിൻ താരങ്ങളായ അസ്ഹറിനും പ്രീതം കോട്ടാലിനും ഒരു യെല്ലോ കാർഡ് കൂടി അകലെയാണ് സസ്പെൻഷൻ. സോ താരങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രധാന മത്സരങ്ങളിൽ താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകും. കൂടാതെ നവോച്ച സിംഗ്, ജീക്സൺ എന്നീ താരങ്ങൾക്ക് 2 യെല്ലോ കാർഡുകളും ദിമിത്രിയോസ് മിലോസ്, ഐബാൻ ഫ്രെഡി എന്നീ താരങ്ങൾക്ക് ഓരോ യെല്ലോ കാർഡുകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി സൂപ്പർ കപ്പ് നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി AFC കപ്പ് കളിക്കാൻ സാധ്യതയുള്ള താരങ്ങളാണ് രാഹുൽ KPയും പ്രീതം കോട്ടാലും. രാഹുലിന്റെ കാര്യത്തിൽ ചെറിയ പരിക്ക് അലട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ. സോ താരത്തിന്റെ MRI റിപ്പോർട്ടിന് വേണ്ടിയാണ് ഇന്ത്യൻ ടീം കാത്തിരിക്കുന്നത്. പ്രീതം കോട്ടാലിന്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊരു കാർഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അസ്ഹറിന് സൂപ്പർ കപ്പിൽ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് ISLലേക്ക് ഫ്രീ ആയി വരാൻ കഴിയും. പക്ഷേ പ്രീതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ISLൽ ഒരു മത്സരം നഷ്ടമാകാനാണ് സാധ്യത. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.